രാജാതിരാജാവും കഥാതി കഥാവുമായിരിക്കുന്ന യേശുവിൻ്റെ ദസ്തുല്യ നാമം ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ. സൈന്യങ്ങളുടെ ദൈവമായിരിക്കുന്ന യഹോവ പരിശുദ്ധൻ 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 എന്ന രാപ്പകലന്യ ദൂതന്മാർ പാടുകയും ആരാധിക്കുകയും ചെയ്യുന്നൊരു ദൈവം. ഹല്ലേലൂയ. സകല സ്തുതികൾക്കും പുകഴ്ചയ്ക്കും ബഹുമാനത്തിന് യോഗ്യനായിരിക്കുന്ന കർത്താവ്, ആദ്യനും അന്ത്യനുമായിരിക്കുന്നവൻ, ആൽഫയും ഒമേഗയുമായിരിക്കുന്നവൻ, മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ കൈവശമിരിക്കുന്നവൻ, വന്നവനും വരുവാനിരിക്കുന്നവനും ഇരുന്നവനുമായിരിക്കുന്ന നമ്മുടെ കർത്താവ്, 7 നക്ഷത്രം വലം കയ്യിൽ പിടിച്ച് 7 നിലവിളക്കുകളുടെ നടുവിൽ ഉലാവുന്നവനായിരിക്കുന്ന കർത്താവ് ഇന്ന് പകൽക്കാലം നമുക്ക് വേണ്ടി യുദ്ധവീരനായി ഇറങ്ങി വരുന്നു. ഹല്ലേലൂയ. പഴയ നിയമഭാഗങ്ങളിൽ പല സ്ഥലങ്ങളിലും പറയുന്നു, യുദ്ധം യഹോവയ്ക്കുള്ളത്, യുദ്ധം യഹോവയ്ക്കുള്ളത്, നിങ്ങൾ മിണ്ടാതിരിപ്പിൻ, യഹോവ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ജയം നിങ്ങൾ കണ്ടുകൊള്ളുവിൻ, നിങ്ങൾ യഹോവയിൽ ആശ്രയിപ്പിൻ, യഹോവയിൽ നിങ്ങൾ വിശ്വസിപ്പിൻ, യഹോവയിൽ നിങ്ങൾ ഉറച്ചു നിൽപ്പിൻ എന്ന് പലപ്പോഴും രാജാക്കന്മാർ തങ്ങളുടെ ജനത്തെ ധൈര്യപ്പെടുത്തിയിരുന്നു യഹോവയുടെ നാമത്തിൽ ആശ്രയിക്കുവാൻ. നിങ്ങൾ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്കും പലപ്പോഴും യുദ്ധം പോലെ പലതും നേരിടേണ്ടി വരുന്നുണ്ട്. ചിലപ്പോൾ പുറമേ എല്ലാവർക്കും അറിയുന്നതായിരിക്കാം, ചിലപ്പോൾ ആരെയും അറിയിക്കുവാൻ കഴിയാതെ നമ്മുടെ മാനസിക മണ്ഡലങ്ങളിൽ നാം നേരിടുന്നതായിരിക്കാം ആ യുദ്ധം. ഏതാണെങ്കിലും ഇന്ന് കർത്താവ് നിങ്ങളോട് പറയുന്നു, യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. കാരണം അവന് മഹാപരിശുദ്ധനായിരിക്കുന്ന ദൈവം, മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും കരങ്ങളിലിരിക്കുന്ന കർത്താവിന് ഈ ലോകത്തിലെ വിഷയങ്ങളൊന്നും കർത്താവിന് വലിയ വിഷയങ്ങളല്ല. നമുക്കാണ് അതെല്ലാം വലുത്. അതുകൊണ്ട് നമ്മുടെ ചെറിയതോ വലുതോ ആയ എല്ലാ വിഷയങ്ങളെയും സർവശക്തനും സർവ്വവ്യാപിയും സർവജ്ഞാനിയുമായിരിക്കുന്ന കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഒന്ന് കൊടുക്കാം. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായിരിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, അപ്പച്ച, ഇന്ന് പൽക്കാലം ഞങ്ങൾ അവിടുത്തെ സന്നിധിയോട് അടുത്ത് വരുന്നു. അവിടുത്തെ വല്ലഭത്വം ഞങ്ങൾക്കൊന്ന് വെളിപ്പെടുത്തണം അപ്പ. അങ്ങയുടെ മഹത്വത്തിൻ്റെ വ്യാപാരത്തെ ഞങ്ങളെ ഒന്ന് അറിയിക്കണമേ കർത്താവേ. അങ്ങ് തേജസ്സിൽ ദൈവമേ, അടുത്തുകൂടാൻ വയ്യാത്ത പ്രകാശത്തിലും തേജസ്സിലും അധിവസിക്കുന്ന ദൈവം, അങ്ങയുടെ തേജസ്സിനെ ഞങ്ങൾക്കൊന്ന് കാണുവാൻ കൃപ ചെയ്യണമേ അപ്പോൾ. അങ്ങയുടെ മഹത്വത്തെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഈ ലോകത്തിൽ പിശാചും മനുഷ്യരും ദൈവമേ സാഹചര്യങ്ങളെ ഞങ്ങൾക്ക് വിരോധമായി ഉയർത്തുന്നത് ഒന്നും അല്ല എന്ന് കർത്താവെ ഞങ്ങളുടെ ഹൃദയം കൊണ്ട് ഞങ്ങൾക്ക് ഉറയ്ക്കുവാൻ കഴിയുമല്ലോ അപ്പ. അതുകൊണ്ട് കർത്താവെ ദൈവമേ, ഈ ലോകത്തിലുള്ളത് ഒന്നും ഞങ്ങൾക്കൊരു വലിപ്പമുള്ളതല്ല. സ്വർഗം ദൈവമാണ് ഞങ്ങൾക്ക് വലുത്, യേശു ആണ് ഞങ്ങൾക്ക് വലുത്, പരിശുദ്ധാത്മാവാണ് ഞങ്ങൾക്ക് വലിയവൻ. ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ കാര്യമെന്ന് ഞങ്ങളുടെ ആത്മാവിൽ, ഞങ്ങളുടെ ദേഹിയിൽ, ഞങ്ങളുടെ പ്രാണനിലൊക്കെ ഉറയ്ക്കുവാൻ ഞങ്ങൾ ദൈവമേ പ്രശ്നങ്ങൾ നേരിടുന്ന സകല മണ്ഡലങ്ങളിലും, അത് എവിടെയാണോ, മറ്റാരോടും പറയുവാൻ കഴിയാതെ മാനസികമായി അനുഭവിക്കുന്ന വ്യഥകളാണോ, ദൈവമേ ശാരീരികമായുള്ള ബുദ്ധിമുട്ടാണോ, മറ്റെല്ലാവർക്കും അറിയാവുന്ന വിഷയങ്ങളാണോ, എന്തിലാണെങ്കിലും കർത്താവെ അതിനുള്ളിലേക്ക് കർത്താവിൻ്റെ രാജ്യത്വത്തെ ഞങ്ങൾ അയക്കുന്നു. അങ്ങ് അതിൽ വാഴണമേ, അങ്ങ് അതിൽ ഇറങ്ങി വരണമേ, പരിശുദ്ധാത്മാവ് വിഷയത്തെ ഏറ്റെടുക്കണമേ, പരിശുദ്ധാത്മാവ് വിഷയത്തെ നിയന്ത്രിക്കണമേ, അതിൽ നിന്ന് പുറത്തു കിടക്കുവാൻ ദൈവാത്മാവിൻ്റെ സാന്നിധ്യം ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ചില പ്രിയപ്പെട്ടവർ ഓഫീസുകൾ, ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ വളരെ പ്രയാസം നേരിടുന്നു. ഹല്ലേലൂയ കർത്താവേ. ചിലർ ആരോഗ്യത്തിൽ, ചില തെറ്റായ ബന്ധങ്ങളിലേക്കൊക്കെ കുടുങ്ങിപ്പോയി മടങ്ങി വരുവാൻ കഴിയാതെ ചിലർ വിഷമിക്കുന്നു കർത്താവേ. ചിലർ കർത്താവേ അതിനെ ചൊല്ലി, ചില വിഷയങ്ങളെ ചൊല്ലി ഭവനങ്ങളിൽ അനുഭവിക്കുന്ന മാനസിക വ്യഥ, വാക്കുകൊണ്ട് എന്തും തർക്കവും വിഷമവും ഒക്കെയായി ദൈവമേ അനുഭവിക്കുന്ന വ്യഥകളുണ്ടപ്പച്ച. ദേശങ്ങളിലേക്കൊക്കെ ജോലിക്ക് പോയി അവർക്ക് ദൈവമേ അവർ നേരിടുന്ന പ്രതിസന്ധികളെ ഓർത്ത് അനുഭവിക്കുന്ന ഭാരം എന്താണെങ്കിലും കർത്താവേ, ഈ വിഷയങ്ങളെക്കാൾ എല്ലാം വലിയവൻ യേശുവാണ്. യേശു വലിയവൻ, യേശു വലിയവൻ. യേശുവിൻ്റെ നാമം ഉയർന്നത് കർത്താവേ. സകല മുട്ടും മടങ്ങുന്ന നാമത്തിൻ്റെ മുമ്പിൽ ഞങ്ങൾ നേരിടുന്ന എല്ലാ വിഷയങ്ങളെയും ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പൽക്കാലം ദൈവികമായിരിക്കുന്ന ഒരു ജയം ഇറങ്ങി വരട്ടെ. ഹല്ലേലൂയ കർത്താവേ. ഈ ഒരു വിശ്വാസത്തിൽ ഉറയ്ക്കുവാൻ ഞങ്ങളെ അങ്ങ് സഹായിക്കണമേ. ആ വിശ്വാസം പരിചയമായിട്ട് എടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. എന്ത് വന്നാലും എൻ്റെ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി തുണ നിൽക്കുമെന്ന്, പുത്രനെ ആദരിക്കാതെ ഞങ്ങൾക്ക് വേണ്ടി ഏൽപ്പിച്ചതെന്ന് അവനോടുകൂടി സകലതും ഞങ്ങൾക്ക് നൽകാതിരിക്കുമോ എന്ന്, ഞങ്ങൾക്ക് വേണ്ടി സദാ ദൈവത്തിൻ്റെ സന്നിധിയിൽ പക്ഷപാതം ചെയ്യുന്ന ഒരു മഹാപുരോഹിതൻ ഞങ്ങൾക്കുണ്ടെന്ന് വലിയൊരു ബോധ്യം കർത്താവ് ഈ ദിവസങ്ങളിൽ അവിടെ നിന്ന് ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ആഹാരൻ്റെ വടി ഒറ്റ രാത്രി കൊണ്ട് തളർത്തു വന്ന മത്സരികൾക്ക് അടയാളമായി ഭവിച്ചതുപോലെ ഈ ദിവസങ്ങളിൽ കർത്താവെ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചിട്ട് എന്ത് കിട്ടി എന്നൊരു ചോദ്യത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ചില കുടുംബങ്ങൾക്ക് വേണ്ടി ചില അടയാളങ്ങളെ അവിടെ നിന്ന് ദൈവമേ വയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അഹരോൻ്റെ വടി തളർത്തതുപോലെ കർത്താവെ ജീവിതത്തിൽ ഇതുവരെയും വരണ്ടിരിക്കുന്ന ചില മേഖലകൾ ഉണക്കത്തടി പോലെ ഒരു അനക്കവും ഇല്ലാതെ കർത്താവെ ഇരിക്കുന്ന മണ്ഡലങ്ങളിൽ യേശുവിൻ്റെ നാമത്തിൽ ഒരു വർധന ഉണ്ടാകുവാൻ പ്രാർത്ഥിക്കുന്ന പച്ച
ഒരു കൊയ്ത്തവരിൽ ഉണ്ടാകട്ടെ. ഒന്നും മുളയ്ക്കാത്തിടത്ത് കർത്താവെ എത്ര ശ്രമിച്ചിട്ടും എത്ര പ്രാർത്ഥിച്ചിട്ടും ഒരു നന്മയും ഉണ്ടാകാതിരിക്കുന്നിടത്ത് ഈ ദിവസങ്ങളിൽ അത്ഭുതകരമായി ചില ദൈവമേ കാര്യങ്ങൾ ഉണ്ടാകുവാൻ പ്രാർത്ഥിക്കുന്നു. ചെയ്യുന്ന ജോലിക്ക് വരുമാനം ലഭിക്കട്ടെ. ഇതുവരെ അടഞ്ഞു കിടന്ന വാതിലുകൾ തുറക്കട്ടെ. ഇതുവരെ സംസാരിക്കാതിരുന്ന വ്യക്തികൾ ഇവരോട് സംസാരിക്കട്ടെ, ഇവരെ വിളിക്കട്ടെ. അവസരങ്ങൾ ഒരുങ്ങട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പുതിയ ബന്ധങ്ങൾ ദൈവം കണക്ട് ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന തലമുറകളെ ഞങ്ങൾ അനുഗ്രഹിക്കുന്ന കർത്താവ്. വിവാഹ ബന്ധങ്ങൾ കൂട്ടിച്ചേർക്കപ്പെടട്ടെ. അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ജോലി, ചില റിസൾട്ടുകൾ താമസിച്ചു വരുവാൻ കർത്താവെ, ചില സർട്ടിഫിക്കറ്റുകൾ പലതും താമസിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ ഡിലേകളെ ഞങ്ങൾ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്ന അത്ഭുതകരമായിരിക്കുന്ന വിടുതൽ കർത്താവെ എല്ലാ മേഖലയിലും വരട്ടെ. ദൈവമേ, യുദ്ധക്കെടുതിയിൽ ഭാരപ്പെടുന്നവർ കർത്താവെ, കാലാവസ്ഥയുടെ പ്രതികൂലങ്ങളിൽ അകപ്പെട്ട് വിഷമിച്ചിരിക്കുന്നവർ, ദൈവമേ കുടിക്കുവാൻ ശുദ്ധജലമില്ലാതിരിക്കുന്നവർ, മറ്റ് പല കാര്യങ്ങൾക്ക് ഞെരുക്ക നേരിടുന്നവർക്കെല്ലാം ദൈവത്തിൻ്റെ കരുതലുകൾ വരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഹല്ലേലൂയ. കർത്താവെ, ഹോസ്പിറ്റലുകളിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവമേ ഭവനങ്ങളിൽ കിടരോഗികളായിരിക്കുന്നവരെ ഒക്കെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ചില വിഷയങ്ങളെ ചൊല്ലി ദൈവമേ സ്കാൻ ചെയ്യണമോ, എക്സ്റേ എടുക്കണമോ, ബ്ലഡ് ടെസ്റ്റ് ചെയ്യണമോ എന്നെല്ലാം സംശയവുമായി ഇരിക്കുന്നവർക്ക് കർത്താവെ വിഷയത്തിൽ ഒരു നല്ല ക്ലാരിറ്റിയെ കൊടുത്ത് കർത്താവെ ചെയ്യേണ്ടുന്നത് ചെയ്ത് എന്താണെന്ന് അറിഞ്ഞ് കർത്താവെ ധൈര്യത്തോടു കൂടി ഇരിക്കുവാൻ സഹായിക്കണമേ. എന്ത് കണ്ടാലും കേട്ടാലും സംശയമാണ്, ആകുലതയാണ്, അതായിരിക്കുമോ ഇതായിരിക്കുമോ എന്നെല്ലാം മാനസികമായി ഒത്തിരി ഭാരപ്പെടുന്നവർ യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ ബുദ്ധിയോടും ജ്ഞാനത്തോടും കൂടി കാര്യങ്ങളെ കൈകാര്യം ചെയ്യുവാൻ അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ചില ട്രീറ്റ്മെൻറ്റുകൾ എന്ത് ചെയ്യണമെന്ന് അറിയില്ല കർത്താവെ. ബ്രെയിനിനെ സംബന്ധിച്ചാണോ ബ്ലഡിൻ്റെതാണോ ഒന്നും ചില കാര്യങ്ങൾ കൺഫ്യൂസ്ഡ് ആയിരിക്കുന്നവർ കർത്താവെ, എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുന്നവർക്ക് ഒരു സെക്കൻഡ് ഒപ്പീനിയനായി കർത്താവെ സ്വർഗത്തിൻ്റെ ആലോചന അവർക്ക് അവിടെ നിന്ന് നൽകണമേ. രാത്രിയിൽ സ്വപ്നങ്ങളിൽ ദർശനങ്ങളിൽ കൂടിയും കർത്താവെ ദൈവം അയക്കുന്ന വ്യക്തികളിൽ കൂടിയും ഒക്കെ അതിനവിടെ നിന്ന് ആലോചന നൽകണമെന്ന് പ്രാർത്ഥിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. രാത്രിയിൽ ഭയം, ഉറങ്ങുവാൻ ഭയം, അനാവശ്യമായിരിക്കുന്ന സ്വപ്നം കാണുന്നു, ശബ്ദങ്ങൾ കേൾക്കുന്നത് പോലെ അങ്ങനെയൊക്കെ ഭാരപ്പെട്ടിരിക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ ആ ഇരുട്ടിൻ്റെ വ്യാപാരങ്ങളിൽ നിന്ന് പുറത്തു വരുവാനായി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ അവിടെ നിന്ന് തന്നെ ഓരോ കുടുംബത്തെയും തൊടണമേ. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യ ദിവസങ്ങളിൽ അവർ വഹിക്കട്ടെ. ആത്മാവിൽ നിറഞ്ഞ് ദൈവമേ അന്യഭാഷകളിൽ സംസാരിക്കുന്നവരായി മാറട്ടെ. കർത്താവേ, കേരളത്തിനകത്തും പുറത്തും ഇന്ത്യക്ക് വെളിയിലും വിവിധ രാജ്യങ്ങളിൽ വിവിധ സ്ഥലങ്ങളിൽ ജോലിയുമായി ബന്ധപ്പെട്ട്, ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട്, പഠനവുമായി ബന്ധപ്പെട്ട്, ദൈവമേ താമസവുമായി ബന്ധപ്പെട്ട് ഒക്കെ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിൻ്റെ രക്തക്കോട്ടയ്ക്കുള്ളിൽ ഞങ്ങൾ മറച്ചു പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഫ്ലൈറ്റ് യാത്രകൾ, ട്രെയിൻ യാത്രകൾ, ബൈ റോഡ് യാത്രകൾ ഒക്കെ എല്ലാ യാത്രകളെയും യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ ഞങ്ങൾ മുദ്ര വച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവിക സംരക്ഷണവും കരുതലും വിടുതലും ഓരോ കുടുംബങ്ങളിലും ഇറങ്ങി വരുമാറാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യത്തിൽ പറയുന്നു, യഹോവ ഏലിയാവ് മുഖാന്തരം അരുളിച്ചെയ്ത വചനപ്രകാരം കലത്തിലെ മാവ് തീർന്നു പോയില്ല, ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോയതും ഇല്ല. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഏലിയ പ്രവാചകൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കാര്യം. ഏലിയ പ്രവാചകൻ ആകാശത്തെ അടയ്ക്കുകയും തുറക്കുകയും ചെയ്ത അത്ഭുതകരമായിരുന്ന ദൈവപ്രവർത്തികളെ ചെയ്ത ഒരു ദൈവത്തിൻ്റെ പ്രവാചകനായിരുന്നു ഏലിയ പ്രവാചകൻ. ഏലിയാവിൻ്റെ വാക്കിൻ പ്രകാരം ആകാശം അടഞ്ഞു, ദേശമെങ്ങ് ക്ഷാമത്തിലേക്ക് പോയി, മഴയില്ല, വെള്ളമില്ല, ആഹാരമില്ലാതെയൊക്കെ ആയപ്പോയ സ്ഥാനത്ത് ആദ്യം കെരീത്ത് തോട്ടിൽ ദൈവം ഏലിയ പ്രവാചകനെ 6 മാസക്കാലം പോറ്റിപ്പുലർത്തി. ആ കാക്ക ഏലിയാവിന് അപ്പം കൊണ്ടുവന്ന് കൊടുത്തു. ആ അപ്പവും തോട്ടിലെ വെള്ളവും കുടിച്ച് അവിടെ 6 മാസം കഴിഞ്ഞ പ്രവാചകനോട് 6 മാസം ആ തോട്ടിലെ വെള്ളം വറ്റുകയാണ്. കർത്താവ് പറയുകയാണ്, നീ എഴുന്നേറ്റ് സീദോനോട് ചേർന്ന് സാരെഫാത്തിൽ ഒരു വിധവയോട് ഞാൻ നിന്നെ പോറ്റി പുലർത്തേണ്ടതിന് കൽപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഏലിയ പ്രവാചകൻ എഴുന്നേറ്റ് പോവുകയാണ്. യഹോവ പറഞ്ഞു നിന്നെ പോറ്റി പുലർത്തേണ്ടതിന് അവരോട് കൽപ്പിച്ചിട്ടുണ്ടെന്ന്. പക്ഷേ പോകുന്ന വഴിക്ക് എന്താണ് കണ്ടത്? ഒരു സഹോദരിയെ കാണുകയാണ്. പോയി അല്പം ഒരപ്പം കൊണ്ടുവരാൻ പറയുമ്പോൾ അവൾ പറയുന്നത്, ഞങ്ങളുടെ വീട്ടിൽ മാവെല്ലാം തീരാറായി, അല്പം മാവുള്ളത് കൊണ്ട് അപ്പമുണ്ടാക്കി അടയുണ്ടാക്കി ഞാനും മകനും കഴിച്ച് ഞങ്ങൾ മരിക്കാൻ പോവുകയാണ്. യഹോവ പറഞ്ഞു അവളെ കൽപ്പിച്ചാക്കിയിട്ടുണ്ട്, പക്ഷെ അവൾ മരിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. പക്ഷേ ദൈവത്തിൻ്റെ വാക്കൊരിക്കലും മാറിപ്പോവുകയില്ല. ഏലിയ പ്രവാചകൻ അവളോട് പറയുന്നു, നീ ഉണ്ടാക്കുന്ന ആദ്യത്തെ അട എനിക്ക് കൊണ്ടുവരിക, പിന്നത്തേതിൽ നിന്ന് ഉപജീവനം കഴിച്ചുകൊള്ളുക. അവൾ മരിക്കുവാൻ പോകുന്നെന്ന് പറഞ്ഞവൾ ആദ്യം ഉണ്ടാക്കി പ്രവാചകന് കൊടുത്തു. അന്നു മുതൽ ഈ നാം വായിച്ചു കേട്ടതുപോലെ അവളുടെ കലത്തിലെ മാവും ഭരണിയിലെ എണ്ണയും കുറഞ്ഞു പോയിട്ടില്ല. ഹല്ലേലൂയ.
ഇന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നുള്ള വചനമാണെങ്കിലും ഈ വചനം ഇന്ന് പകൽക്കാലം ജീവൻ പ്രാപിക്കണം. നമ്മുടെ ഭവനത്തിൻ്റെ അവസ്ഥകൾ ഇത് ജീവൻ പ്രാപിക്കണം. ഒരു യുദ്ധത്തിൻ്റെ അവസ്ഥയിലേക്കൊക്കെ ഇരിക്കുമ്പോൾ ഇത് പറയുന്ന സമയം, നിങ്ങൾ കേൾക്കുന്ന സമയം യുദ്ധം തീർന്നോ ഇല്ലയോ എന്നറിയില്ല, എങ്കിലും പറയട്ടെ, പലതിനെക്കുറിച്ച് ഓർത്തും ആധിയാണ്. അതെന്താകും, ഇതെന്താകും, നാളെ എന്താകും, കുഞ്ഞുങ്ങൾ എന്താകും, പലതും ഈ ദിവസങ്ങൾ നമുക്ക് ദീർഘവീക്ഷണത്തോടുകൂടി ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. നിയമങ്ങൾ മാറി മറിയുകയാണ്. ഇന്ന് കേൾക്കുന്നതല്ല നാളെ കേൾക്കുന്നത്, ഇന്നത്തെ സംഭവമല്ല നാളെ. നമ്മൾ പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിതമായിരിക്കുന്ന പലത് സംഭവിക്കുമ്പോഴും, പല ഭവനങ്ങളും ശൂന്യമായി പോയപ്പോഴും ഏലിയാവിനെ പോറ്റുവാൻ ദൈവം ഒരു വിധവയുടെ ഭവനത്തിലെ ആ മാവിനെയും എണ്ണയും വർദ്ധിപ്പിച്ച് പോറ്റി പുലർത്തിയതുപോലെ ഇന്ന് പൽക്കാലം ഈ പ്രാർത്ഥനയിൽ അടുത്തു വരുന്ന ഓരോ കുടുംബങ്ങളുടെയും അവസ്ഥകൾ ഇതുപോലൊരു വർധനവിലേക്ക് വരട്ടെ. നിങ്ങളുടെ തന്നെ അവസ്ഥ മാറുവാനും മറ്റുള്ളവരെ പോറ്റി പുലർത്തുവാനും തക്കവണ്ണം കുറവില്ലാതെ ഇന്ന് പൽക്കാലം ഒരു പ്രൊഫറ്റിക് സിമ്പൽ പോലെ നിങ്ങളുടെ അടുക്കളയിലേക്ക്, നിങ്ങളുടെ മുറികളുടെ അലമാരയിലേക്ക്, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പഠനമുറികളിലേക്കൊക്കെ കടന്നുപോയി കൈവച്ച് പറയണം, ആ വിധവയുടെ ഭവനത്തിൽ നടന്ന അത്ഭുതം ഞങ്ങളുടെ ഭവനത്തിൽ ഈ മേഖലകളിൽ ഇന്ന് വിശ്വാസത്തോടു കൂടി ഇത് ചെയ്താൽ ദൈവം നിങ്ങളുടെ ഭവനത്തിൽ ഒരു അത്ഭുതം നിശ്ചയമായി ചെയ്യുക തന്നെ ചെയ്യും. അതുകൊണ്ട് വിശ്വാസത്താൽ നിങ്ങളുടെ ഭവനത്തിൽ, നിങ്ങളുടെ ബാങ്കിലെ അക്കൗണ്ടിൽ ഒന്നും കുറയാതെ ദൈവം അതിനെയെല്ലാം വർദ്ധിപ്പിച്ച് തരുവാൻ, വേണമെങ്കിൽ വിശ്വാസത്തോടു കൂടി ഒരു 10 രൂപയാണെങ്കിലും നിങ്ങളുടെ അക്കൗണ്ടിലേക്കൊന്ന് ഇടുവാൻ ഒക്കെ അതിനെയെല്ലാം വർദ്ധിപ്പിച്ച് തരണമേ കർത്താവേ എന്ന് പറഞ്ഞ് എല്ലാ കാര്യവും നിങ്ങളുടെ പ്രാർത്ഥന, പരിശുദ്ധാത്മാവിലുള്ള ധ്യാനം, സാമ്പത്തികമായിരിക്കുന്ന വിടുതലുകൾ, ആരോഗ്യം എല്ലാം വർദ്ധിച്ചു വരുവാൻ ദൈവം ഈ ക്ഷാമകാലത്ത് ക്ഷേമത്തോടെ പോറ്റുന്നൊരു ദൈവം നിങ്ങളുടെ ഭവനങ്ങളിലും ഇറങ്ങി വരുമാറാകട്ടെ. ആമേൻ, ആമേൻ.